ഒന്നാമത്തെ വാക്യം വായിച്ചു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെയത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. സ്തോത്രം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, സ്തോത്രം, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ. സങ്കീർത്തനക്കാരൻ, നമ്മുടെ ഈ സങ്കീർത്തനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, ഒരു ക്രൈസ്തവ ജീവിതത്തിനകത്ത് നമുക്കെങ്ങനെ അനുഗ്രഹിക്കപ്പെടാം എന്നുള്ളതിൻ്റെ ഹല്ലേലൂയ ഒരു ടീച്ചിങ് ആണ്, ഒരു ദൈവം നൽകുന്ന ഒരു ഗൈഡൻസാണ് ഈ സങ്കീർത്തനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് സ്വർഗത്തിൽ ദൈവം ആഗ്രഹിക്കുന്നു. അടുത്തിരിക്കുന്നതാണ് തൊട്ടുപറ, നീ അനുഗ്രഹിക്കപ്പെടണമെന്ന്. അസൂയയില്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. നീ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് നിന്നെ ശപിക്കാൻ ഇഷ്ടമില്ല, നിന്നെ രോഗിയാക്കാൻ ഇഷ്ടമില്ല, നിന്നെ കഷ്ടത്തിൽ നടത്താൻ ഇഷ്ടമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഭൂമുഖത്ത്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നീ അനുഗ്രഹിക്കപ്പെട്ടവനായി ദൈവത്തിൻ്റെ മകനെന്ന പദവിയിൽ, ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിൽ സന്തോഷത്തോടെ, ഹല്ലേലൂയ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ, ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് കർത്താവിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പലരും ചിന്തിക്കുന്ന പോലെ ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അവൻ നമുക്ക് ദോഷം വരുത്തി പരീക്ഷിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അവൻ്റെ ഹൃദയത്തിലെ ഒരപ്പൻ്റെ ഹൃദയം എന്ന് പറയുന്നത്, നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ, നമ്മുടെ അപ്പൻ്റെ ഹൃദയം എന്ന് പറയുന്നത്, ഞാൻ കരയുന്നത് കാണാനല്ല, അല്ലെങ്കിൽ ഞാൻ നിരാശപ്പെട്ട് നടക്കുന്നത് കാണാനല്ല, ഞാൻ തകർന്നിരിക്കുന്നത് കാണുവാനല്ല, നിന്നെ തകർച്ചയിലേക്ക് വിട്ട് ഹല്ലേലൂയ നിന്നെ അതിനെ പീഡിപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നീയും ആരാധിക്കുന്നത്. എൻ്റെയും നിൻ്റെയും ആരോഗ്യം കാണാൻ, സമാധാനം കാണാൻ, സൗഖ്യം കാണാൻ, ഹല്ലേലൂയ, വിടുതൽ കാണാൻ, അത്ഭുതം കാണുവാൻ, ഹല്ലേലൂയ, ഐശ്വര്യമായി, ഹല്ലേലൂയ, ദൈവകൃപയിൽ അനുഗ്രഹിക്കപ്പെട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ വാഴുന്നത് കാണാനാ സ്വർഗത്തിലെ അപ്പന് ഇഷ്ടം. ഹല്ലേലൂയ. അപ്പന് നല്ലൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എല്ലാവരും ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആ ദൈവം, ഹല്ലേലൂയ, ആ അനുഗ്രഹത്തിലേക്ക് നമ്മൾ കടക്കുവാൻ കർത്താവ്, ഹല്ലേലൂയ, നമ്മുടെ മുമ്പിൽ വെച്ച ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഓടിച്ച് നമ്മൾ പറയുവാൻ പോകുക. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. ഒരിക്കൽ കൂടി തൊട്ട് പറഞ്ഞേ, ദൈവം നമ്മെ ഹല്ലേലൂയ അനുഗ്രഹമായി, ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ദൈവം. ഐശ്വര്യമായി ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതിന് ദൈവം നമുക്ക് തന്ന ഒരു ഇൻസ്ട്രക്ഷൻ, നീ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. സ്തോത്രം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന തന്നെ തൊട്ട് പറയണം, അല്ലെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ, ധൈര്യമായിട്ട് പറഞ്ഞു, അവരൊന്നും പറയുന്നുമില്ല. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം, ഒരാളോട് മാത്രം പറയും, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ഇനിയെങ്കിലും സഹോദര നടക്കരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ഇനിയെങ്കിലും സഹോദരി നടക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ അടുക്കൽ ആലോചന ചോദിച്ചു പോകരുതെന്ന് പിടികിട്ടിയോ? ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ അടുക്കൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗൈഡൻസ് ചോദിച്ചു പോകരുതെന്ന്. ദുഷ്ടന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നീ നടക്കരുത്. നീ നടക്കേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ പ്ലാനിനനുസരിച്ച്, ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നീ അല്ലെങ്കിൽ നടക്കുന്ന വഴി ഒന്ന് മാറ്റിയാൽ മതിയെന്നാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ
ആത്മാവ് പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നീ നടന്നിട്ട് ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പോളിസി അനുസരിച്ച് ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. നീ ആരുടെ ആലോചന അനുസരിച്ച് നടക്കണം? ദൈവം ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് തന്ന് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തി അവൻ ദൈവത്തിൻ്റെ പാതയിൽ അവൻ കാര്യസ്ഥനായി നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരാൻ, ദുഷ്ടൻ്റെ ആലോചനകളെ കെടുത്തി നിനക്ക് ദൈവത്തിൻ്റെ നീതിയുടെ ദൈവത്തിൻ്റെ പാതയിൽ നിന്നെ നടത്താൻ പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിലെ ദൈവം നിനക്കും എനിക്കും, പുതിയ നിയമ വിശ്വാസി അല്ലെങ്കിൽ നീ ദുഷ്ടൻ്റെ ആലോചന പ്രകാരമല്ല നടക്കേണ്ടേ, നീ നടക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിനനുസരിച്ച് നടക്കുവാൻ ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ചില വെല്ലുവിളികളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മന്ത്രവാദത്തോടും അല്ലെങ്കിൽ ആഭിചാരത്തോടും ബന്ധനങ്ങളോടുമുള്ള വെല്ലുവിളികളാണ്. അതിനോടുള്ള ഓട്ടവും ചാട്ടവും ബഹളമാണ്. ഹല്ലേലൂയ. ബന്ധനം പൊട്ടിക്കാനും ആഭിചാരം പൊട്ടിക്കാനൊക്കെ നടക്കുക. അല്ലെങ്കിൽ എന്നാൽ നമ്മുടെ റിയൽ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഹല്ലേലൂയ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കുകയാണ് അല്ലെങ്കിൽ റിയൽ ചലഞ്ച്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഹല്ലേലൂയ നിന്നെ ബുദ്ധി ഉപദേശിച്ചു തരാൻ, നിന്നെ ദുഷ്ടൻ്റെ വഴിയിൽ നടത്താൻ വേണ്ടി ഒത്തിരി പേര് നിൻ്റെ പുറകെ വരും. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നന്നായിട്ട് നടക്കുന്ന കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരു സഹോദരൻ ഹല്ലേലൂയ, അദ്ദേഹം വലിയൊരു മദ്യപാനിയായിരുന്നു, ഭയങ്കര ഒരു മദ്യപാനിയായിരുന്നു. ഹല്ലേലൂയ, ആ മദ്യപാനം നിർത്തി 2-3 ആഴ്ച ചർച്ചിൽ വന്നപ്പോൾ ഹല്ലേലൂയ അവരുടെ കൂട്ടുകാരെല്ലാം കൂടി വളഞ്ഞിട്ട് പിടിച്ച് അവനോട് പറഞ്ഞു, എടാ നാണമില്ലേ? ഹല്ലേലൂയ, നിൻ്റെ ഭാര്യ പറയുന്നതും കേട്ട് പള്ളിയിൽ പോകാൻ നിനക്ക് നാണമില്ലേ? ഹല്ലേലൂയ, നീ ഒരു പുരുഷത്വമുള്ളവനല്ലേ, ആണത്വമുള്ളവനല്ലേ? ഹല്ലേലൂയ, വാ. ഹല്ലേലൂയ, നമ്മൾ ഒരുമിച്ച് അല്ലെങ്കിൽ മദ്യപിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ സഹോദരൻ്റെ അല്ലെങ്കിൽ ആലോചനകൾ പറഞ്ഞുകൊടുത്ത് ബുദ്ധി പറഞ്ഞുകൊടുത്ത് ആ സഹോദരൻ പിന്നെയും മദ്യപാനത്തിലേക്ക് കൊണ്ടുപോയി. സ്തോത്രം. ഹല്ലേലൂയ. നോക്കുക, ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ആ കുടുംബത്തിനകത്ത് സമാധാനമുണ്ടോ? ഇവർക്കറിയാം എല്ലാ ദിവസവും ആ വീട്ടിനകത്ത് അടിയാണ്, ബഹളമാണ്, പ്രശ്നമാണ്. പക്ഷേ ഒരു വ്യക്തി പോലും ഈ മനുഷ്യനെ നന്നായി നടക്കെന്ന് പറയാൻ, ഹല്ലേലൂയ നന്നായി നടക്കടാ, നിൻ്റെ ജീവിതം ഒന്ന് മാറ്റടാ എന്ന് പറയാൻ ഒരു മനുഷ്യനുമില്ല. പക്ഷേ ഹല്ലേലൂയ ദൈവകൃപയിലായിരിക്കുന്ന, ദൈവവിശ്വാസത്തിലായിരിക്കുന്ന, ദൈവകൃപയിലേക്ക് വന്നിരിക്കുന്ന നിന്നെ തെറ്റിക്കാൻ ദുഷ്ടന്മാർ നിൻ്റെ കൂടെ കൂടും. ഹല്ലേലൂയ, ദുഷ്ടന്മാർ ഹല്ലേലൂയ നിൻ്റെ കൂടെ കൂടും. നിൻ്റെ കൂടെ ഹല്ലേലൂയ നിന്നെ വഴിതെറ്റിക്കാൻ ദുഷ്ടന്മാർ ആലോചനകൾ പറഞ്ഞു തരും. ഹല്ലേലൂയ, ദുഷ്ടന്മാരുടെ ആലോചനകളെ ഹല്ലേലൂയ നീ തിരിച്ചറിഞ്ഞ്, ദുഷ്ടന്മാരുടെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് അവൻ്റെ ആലോചന പ്രകാരം നടക്കാനല്ല സ്വർഗത്തിലെ ദൈവം നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നീ നടന്ന് ദൈവത്താൽ ബ്ലെസ്സിങ്ങിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനകത്ത് കയറുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ ഹല്ലേലൂയ ആഗ്രഹിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ഹല്ലേലൂയ വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. അയ്യോ കർത്താവേ, ഹല്ലേലൂയ ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെ പുറത്തു വരാം? അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, ഈ പാപം എന്നെ വിട്ടുമാറുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. പാപം നിന്നെ വിട്ടുമാറണ്ട, നീ പാപത്തെ വിട്ടങ്ങ് മാറിയാൽ മതി. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേക്കാം, കർത്താവേ പാപത്തെ എന്നിൽ നിന്ന് പറിച്ചു മാറ്റണമേ, പാപം മാറ്റിത്തരണമേ, പാപം മാറ്റിത്തരണമേ. വചനം പറയുന്നു, നീ പാപിയുടെ വഴിയിൽ കയറി നിന്നിട്ട് പാപം മാറ്റിത്താ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നീ അങ്ങ് മാറിയാൽ മതി. പാപികളുടെ വഴിയിൽ നിൽക്കരുത്. ഹല്ലേലൂയ. പാപം എപ്പോഴും വഴിയിൽ നിൽക്കുന്നതാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പാപം ഹല്ലേലൂയ നിന്നെ അന്വേഷിച്ച് വഴിയിൽ നിൽക്കും. പിടികിട്ടുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പാപത്തെ അന്വേഷിച്ചു പോകണ്ട, പാപം നിന്നെ അന്വേഷിച്ചു വഴിയിൽ നിൽക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നേ, പാപം
ഹല്ലേലൂയ നിൽക്കുന്ന വഴിയിൽ നീ പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അതിന് വചനം പറയുന്നു, പാപികളുടെ വഴിയിൽ നീ കയറി നിൽക്കരുത്, പാപി അവിടെ നിന്നോട്ട്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നു? പാപം വഴിയിൽ നിൽക്കുന്നുണ്ട്. നീ പാപത്തിൻ്റെ വഴിയെ മാറ്റാൻ വേണ്ടി നീ ശ്രമിക്കണ്ട, നീ വഴിമാറി അങ്ങ് നടന്നാൽ മതി. അടുത്തിരിക്കുന്ന തൊട്ട് പറയണം, വഴിമാറി നടന്നോളണം, വഴിമാറി നടന്നോളണം. ഹല്ലേലൂയ സ്തോത്രം. വഴിമാറി നടന്നോളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. എടാ, പാപം നിൽക്കുന്ന ഇടത്ത് നീ എന്തിനാ പോണേ? പാപം വഴിയെ നിൽക്കുന്ന ആ വഴിയേ ഞാൻ പോകുന്നത് നീ എന്തിനാ പറയുന്നേ? പാപം നിന്നെ വിഴുങ്ങാൻ നിൽക്കുന്ന ഇടത്ത് നീ പോകരുത്. അതിൻ്റെ സാധ്യതകൾ ഉള്ളിടത്ത് അതിൻ്റെ സാധ്യതകളെ അല്ലെങ്കിൽ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ വിട്ടുമാറുക, അതിനെ ഹല്ലേലൂയ ഖണ്ഡിക്കുക. അല്ലെങ്കിൽ പാപത്തിനകത്ത് അല്ലെങ്കിൽ വീഴാനല്ല, പാപം നിന്നെ വിഴുങ്ങാനല്ല, പാപത്തിൻ്റെ സാധ്യതകൾ ഉള്ള ഇടത്തു നിന്ന് നീ വഴിമാറി നടക്ക്, നീ വഴിമാറി ജീവിക്ക്, നീ വഴിമാറി സഞ്ചരിക്ക്. ഹല്ലേലൂയ. പാപം നിൽക്കുന്ന വഴി നീ തിരഞ്ഞെടുക്കരുതെന്ന്, പാപമുള്ള വഴി നീ തിരഞ്ഞെടുക്കരുതെന്ന്, പാപം നിൽക്കുന്ന ഇടത്തൂടെ നീ പോകരുതെന്ന്, പാപം നിന്നെ മാടി വിളിക്കുന്ന സ്ഥലത്ത് നീ ശ്രദ്ധിക്കരുതെന്ന്, പാപം നിന്റെ അടുക്കൽ വരുമ്പോൾ അതിനെ ഹല്ലേലൂയ അതിനെ വിട്ടു ഓടുക. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പാപത്തിൻ്റെ വഴിയിൽ നിൽക്കരുത്. പാപം വഴിയിൽ നിൽക്കുന്നുണ്ട്. ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിലായി ഇനി ഞാൻ അല്ലെങ്കിൽ വിശുദ്ധന, പാപം എന്നെ തൊടുകയുമെന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പുള്ളിയ, ഏതിൻ്റെ ഇടയിലും ഏത് ആൾക്കാരുടെ ഇടയിലും ഏത് സാഹചര്യത്തിൻ്റെ മധ്യത്തിലും ഞാൻ പോകും, പക്ഷേ എന്നെ ഇതൊന്നും തൊടയല്ല. സ്തോത്രം. നീ പാപത്തെ വെല്ലുവിളിക്കാനല്ല ദൈവത്തിൻ്റെ വചനം പറഞ്ഞേ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു ദിവസം നീ വെല്ലുവിളിക്കും, 2 ദിവസം വെല്ലുവിളിക്കും, 3-ാമത്തെ ദിവസം അവരോട് കൂടെ ഇരുന്ന് വെല്ലുവിളിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. അതുകൊണ്ട് അല്ലെങ്കിൽ പാപത്തെ പരീക്ഷിക്കാനുള്ളതല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാപം നിൽക്കുന്ന വഴി നീ തിരഞ്ഞെടുക്കരുത്. പാപം നിന്നെ വിഴുങ്ങുമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന, നീ അനുഗ്രഹിക്കപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന പാപത്തിൻ്റെ വഴി നല്ലതെന്ന് നിനക്ക് തോന്നിയേക്കാം, പക്ഷേ പാപത്തിൻ്റെ വഴി നിന്നെ വിഴുങ്ങിക്കളയും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നീ പാപത്തിൻ്റെ വഴിയിൽ അല്ലെങ്കിൽ നടക്കരുത്. നിനക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയ വിശുദ്ധിയുടെ വഴിയുണ്ട്, അല്ലെങ്കിൽ നീതിയുടെ വഴിയുണ്ട്, തേജസ്സിൻ്റെ വഴിയുണ്ട്. ഹല്ലേലൂയ. ഈ വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണെങ്കിലും അത് നിന്നെ നിത്യതയോളം എത്തിക്കുന്ന യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ഒരുക്കിയ നിത്യ വഴിയുണ്ട്. ആ വഴിയിൽ നടക്കാൻ ഹല്ലേലൂയ. അടുത്ത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന, പരിഹാസികൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഇരിപ്പിടത്തിനകത്ത് കയറി നീ ഇരിക്കരുത്. നിന്നെ പരിഹസിക്കുന്ന നിൻ്റെ ദൈവവേലയെ, ദൈവിക ശുശ്രൂഷയെ, നിൻ്റെ കാഴ്ചപ്പാടുകളെ, നിൻ്റെ ദർശനത്തെ, നിൻ്റെ സുവിശേഷത്തെ, നിൻ്റെ സുവിശേഷ വേലയെ, നിൻ്റെ പ്രാർത്ഥനയെ, നിൻ്റെ അന്യഭാഷയെ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ കളിയാക്കുന്ന പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നീ ഇരിക്കരുത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ നീ ഇരിക്കരുത്. പാപിയുടെ അല്ലെങ്കിൽ വഴിയിൽ നീ നടക്കരുത്. നിന്റെ ദർശനത്തെ പരിഹസിക്കുന്നവൻ്റെ കൂടെ നീ ഇരിക്കരുത്. നിന്റെ അഭിഷേകത്തെ കളിയാക്കുന്നവൻ്റെ, പരിഹസിക്കുന്നവൻ്റെ കൂട്ടത്തിൽ നീ ഇരിക്കരുത്. അല്ലെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ പരിഹസിക്കുന്ന, നിന്റെ പ്രാർത്ഥനയെ കളിയാക്കുന്ന, നിന്റെ ഹല്ലേലൂയ നിന്റെ മേൽ പകരുന്ന അഭിഷേകത്തെ അല്ലെങ്കിൽ തുച്ഛീകരിക്കുന്നവൻ്റെ കൂട്ടത്തിൽ, അവനൊരുക്കുന്ന സിംഹാസനത്തിൽ, അവനൊരുക്കുന്ന ഇരിപ്പിടത്തിൽ നീ ഇരിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
ഹല്ലേലൂയ. അതൊരു പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപയിൽ നീ ചലിക്കപ്പെടുമ്പോൾ, അതിന് വിരുദ്ധമായി ഹല്ലേലൂയ നിന്നെ പരിഹസിക്കുന്ന, നിന്നെ ഹല്ലേലൂയ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന, നിന്നെ കളിയാക്കുന്ന, ഹല്ലേലൂയ നിന്നെ പരിഹാസപാത്രമാക്കാൻ ശ്രമിക്കുന്നവരുടെ ഇടയിൽ ചെന്ന് നീ ഇരിക്കരുത്. ഹല്ലേലൂയ. അത് നിന്റെ ബന്ധുക്കളാകാം, ചാച്ചക്കാരാകാം, കൂട്ടുകാരാകാം, രക്തബന്ധങ്ങളാകാം, ആരുമാകട്ടെ, അവരുടെ ഇടയിൽ കയറി ഇരിക്കരുതെന്ന് നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവകൃപയെ തുച്ഛീകരിക്കുന്ന, നീ അറിഞ്ഞ സത്യത്തെ തുച്ഛീകരിക്കുന്ന, നീ അറിഞ്ഞ അഭിഷേകത്തെ തള്ളിപ്പറയുന്ന, നീ അനുഭവിക്കുന്ന ദൈവകൃപയെ ഹല്ലേലൂയ ഖണ്ഡിക്കുന്നവന്റെ ഇരിപ്പിടം നിനക്ക് വേണ്ട. അവൻ ഒരുക്കുന്ന സിംഹാസനം എനിക്ക് വേണ്ട. അവൻ തരുന്ന നന്മ എനിക്ക് വേണ്ട. അവൻ ഒരുക്കുന്ന ഹല്ലേലൂയ ഒന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നേ, ഇത് മൂന്നും ഹല്ലേലൂയ നിന്റെ അനുഗ്രഹത്തെ തടയും, നിന്റെ അഭിഷേകത്തെ തടയും, നിന്റെ ദർശനത്തെ തടയും, നിന്റെ വഴിയെ തടയും. നിന്നെ പാപി ഹല്ലേലൂയ വഴിയിൽ നിന്ന് പാപം വിളിക്കുമ്പോൾ അതേ വഴിയിൽ നീ സഞ്ചരിച്ചാൽ നീ പാപിയായി മാറും. ഒരു പാപത്തിൻ്റെ അനുഭവം ഹല്ലേലൂയ മരണമത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് നീ അനുഭവിക്കേണ്ട നന്മകൾ മുടക്കപ്പെടും. വചനം പറയുന്നു, സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ എന്നെയും നിന്നെയും ഉപദേശിക്കുന്നത് പാപിയുടെ വഴിയിൽ നടക്കരുത്, ഹല്ലേലൂയ ഹല്ലേലൂയ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് പകലിൽ എത്ര പേർ തീരുമാനമെടുക്കുക, ഹല്ലേലൂയ നിന്നെ പരിഹസിക്കുന്ന, നിന്നെ നിന്ദിക്കുന്ന, നിന്നെ കളിയാക്കുന്നവർ ഒരുക്കി തരുന്ന ഒരു നന്മയും എനിക്ക് വേണ്ട, ഒരു സിംഹാസനവും എനിക്ക് വേണ്ട, ഒരു ഹല്ലേലൂയ പ്രൗഢിയും എനിക്ക് വേണ്ട, ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ കസേരയും എനിക്ക് വേണ്ട. ഹല്ലേലൂയ നിന്നെ പരിഹസിക്കുന്ന, നിന്റെ കൃപയെ പരിഹസിക്കുന്ന, നീ സേവിക്കുന്ന ദൈവത്തെ പരിഹസിക്കുന്നവൻ തരുന്ന ഹല്ലേലൂയ ഒന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ. നിന്റെ ദൈവത്തെ പരിഹസിക്കുന്നവൻ ഒരുക്കി വെച്ചിരിക്കുന്ന കസേരയിൽ ഇരിക്കാനല്ല. ഹല്ലേലൂയ. ദൈവം എന്നെ വിളിച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹല്ലേലൂയ കൂട്ടായ്മയ്ക്കകത്ത് ആത്മാവിനെ അനുസരിക്കുന്ന, ആത്മാവിനെ അംഗീകരിക്കുന്ന, ആത്മനിറവിൽ സഞ്ചരിക്കുന്ന, ദർശനത്തെ അംഗീകരിക്കുന്നവൻ്റെ ഹല്ലേലൂയ കസേരയിൽ ഇരിക്കാനാ സ്വർഗം നിന്നെ ഉപദേശിക്കുന്നേ. ഇന്ന് പകലിൽ പരിഹാസികളുടെ ഇരിപ്പിടം എനിക്ക് വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരിങ്ങനെ പറയാറുണ്ട്, ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ അവരുടെ ഇടയിൽ പോകും, ഞാനൊന്നും പറയാറില്ല. ഹല്ലേലൂയ. പക്ഷേ നീ എല്ലാം കേൾക്കാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനൊന്നും പറയാറില്ല, ഞാൻ വായി തുറക്കാറില്ല. ഹല്ലേലൂയ. ഞാനൊന്നും മിണ്ടാറില്ല. ഹല്ലേലൂയ. ഞാനെല്ലാം കാണും, ഞാനെല്ലാം കേൾക്കും, ഞാനൊന്നും പറയേല. എന്നാൽ വചനം പറയുന്നു, നീ അതിൻ്റെ ഇടയിൽ ചെന്ന് ഇരിക്കരുത്. അല്ലെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നല്ല, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരുടെ ഇടയിൽ നിന്നെ കാണരുതെന്ന്, അങ്ങനെ ഉള്ളവരുടെ കൂട്ടത്തിൽ നിന്നെ കാണരുത്. അവൻ്റെ ഹല്ലേലൂയ അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന കസേരയിൽ നിന്നെ കാണരുത്. നീ അവരുടെ ഇടയിൽ ഇരിക്കരുത്. പരിഹാസത്തിൻ്റെ അല്ലെങ്കിൽ ഇടയിൽ ഇരിക്കാനല്ല ദൈവ പൈതലെ, സ്വർഗത്തിലെ ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് കൃപ പകർന്ന് അല്ലെങ്കിൽ രാജകീയ പുരോഹിത വർഗമാക്കി സ്വർഗത്തിലെ ദൈവം നിന്നെ മാറ്റിയത് അല്ലെങ്കിൽ വല്ലവന്റെ പരിഹാസത്തിന്റെ അല്ലെങ്കിൽ അനുഭവത്തിനകത്തിരിക്കാനല്ല, പരിഹസിക്കുന്നവന്റെ കൂട്ടത്തിൽ ഇരിക്കാനല്ല, പരിഹസിക്കുന്നവന്റെ ഇടയിലിരുന്ന് പരിഹാസം അല്ലെങ്കിൽ ആസ്വദിക്കാനല്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ മൂന്ന് സിമ്പിൾ കാര്യം. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഒന്ന് ഹല്ലേലൂയ നമ്മുടെ നടപ്പിനെ ശരിയാക്കുക, രണ്ട് അല്ലെ നിൽപ്പ് ശരിയാക്കുക, മൂന്ന് ഇരിപ്പ് ശരിയാക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇത് മൂന്ന് ശരിയാണോ എന്ന് ചോദിച്ചേ. ഹല്ലേലൂയ. ഇത് മൂന്ന് ശരിയാണോ എന്ന് ചോദിച്ചേ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ചിലർക്കൊക്കെ പിടികിട്ടി തുടങ്ങുന്നുണ്ട്, എന്തുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നില്ല. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ചിലർക്കൊക്കെ പിടികിട്ടി തുടങ്ങി, എന്തുകൊണ്ട് എൻ്റെ അനുഗ്രഹത്തിൻ്റെ തടസ്സം, ഹല്ലേലൂയ. ഞാൻ വിടുവിക്കപ്പെടാത്തതെന്ത്, ഞാൻ സൗഖ്യമാകാത്തതെന്ത്, ഞാൻ അത്ഭുതം പ്രാപിക്കാത്തതെന്ത്, എൻ നന്മ പ്രാപിക്കാത്തതെന്ത്. ഹല്ലേലൂയ, സ്തോത്രം. വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞാൽ മതി, എൻ്റെ നടപ്പ് ശരിയാക്കണം, ഇരിപ്പ് ശരിയാക്കണം. ഹല്ലേലൂയ. പിന്നെ എന്തുവാ?
നിപ്പ് ശരിയാക്കണം. ഹല്ലേലൂയ. നന്നായിട്ട് നിൽക്കണം. ഹല്ലേലൂയ. നിന്നാൽ നന്നായിട്ട് നിൽക്കണം. സ്തോത്രം. അവിടെയും ഇവിടെയും ചാടി നിൽക്കരുത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപയിൽ നിൽക്കണം. നിന്നാൽ ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കണം. ഹല്ലേലൂയ. അഭിഷേകത്തിൽ നിൽക്കണം. ഹല്ലേലൂയ. വല്ലയിടത്തും ചെന്ന് അവിടെ നിന്ന് ഇവിടെ നിൽക്കുന്നവനെ അല്ല, ദൈവകൃപയിൽ നിൽക്കുന്നവൻ്റെ മേലാ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്, സ്വർഗത്തിലെ ദൈവം പകരുന്നേ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയട്ടെ, നിൽപ്പ് ശരിയാക്കുക, നടപ്പ് ശരിയാക്കുക, ഇരിപ്പ് ശരിയാക്കുക. ഹല്ലേലൂയ. എങ്കിൽ സ്വർഗത്തിലെ ഹല്ലേലൂയ അനുഗ്രഹം നിന്റെ മേൽ പകരും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടെ സ്തോത്രം. ഹല്ലേലൂയ. വചനം പറയുന്നു, സ്തോത്രം, അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. വചനം പറയുന്നു, അവൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ, അവൻ്റെ വചനം. ഹല്ലേലൂയ. സ്തോത്രം. മൊബൈൽ ധ്യാനിക്കുന്നവനല്ല, സ്തോത്രം. ഫേസ്ബുക്ക് ധ്യാനിക്കുന്നവനല്ല, വാട്സാപ്പ് ധ്യാനിക്കുന്നവനെ കുറിച്ചല്ല, ദൈവത്തിൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആരും മിണ്ടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവത്തിൻ്റെ ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ, മൊബൈൽ ധ്യാനിക്കുന്നവനല്ല. പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, മൊബൈലല്ല. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ എന്തുവാ? ഹല്ലേലൂയ. വാട്സാപ്പ് അല്ല. ഹല്ലേലൂയ. ഫേസ്ബുക്ക് അല്ല. ഹല്ലേലൂയ. ഇൻ്റർനെറ്റ് അല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഓ, കരമടിച്ച് ശക്തിയോടെ, കരമടിച്ച്, കരമടിച്ച്. ഓ ഢാബ ശാന്താലാബ അദ്ധമന രഗദ്ധല. യെസ്, 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 യെസ്. ദൈവവചനം, ദൈവവചനം രാപ്പകൽ നിന്റെ അകത്ത് മാറ്റമില്ലാത്ത വചനം, അല്ലെ മാറിപ്പോകാത്ത വചനം, ജീവൻ പകരുന്ന ദൈവത്തിൻ്റെ വചനം നിന്റെ അസ്ഥികൾക്ക്, നിന്റെ മാംസത്തിന്, നിന്റെ ആത്മാവിന് ജീവൻ പകരുന്ന ദൈവത്തിൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഈ ഓഗസ്റ്റ് മാസമെങ്കിലും ഒരു തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ വചനം രാപ്പകൽ ധ്യാനിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് ഹല്ലേലൂയ ട്രഡീഷനായിട്ട് 3 വാക്യം വായിച്ചു ഹല്ലേലൂയ ഓടുന്നതല്ല, കിടക്കാൻ നേരത്ത് സങ്കീർത്തനം വായിച്ചിട്ട് കിടക്കുന്നതല്ല. ഹല്ലേലൂയ. ഈ വചനത്തെ മെഡിറ്റേറ്റ് ചെയ്ത് നിൻ്റെ ഹൃദയത്തിനകത്ത് ഈ വചനം ബബിൾ ചെയ്തു വരുന്നത് പോലെ 24 മണിക്കൂറും വചനത്തെ ധ്യാനിക്കുന്ന, അല്ലെങ്കിൽ നീ വായിച്ചതിനെ പിന്നെയും പിന്നെയും മനസ്സിനകത്തിട്ട് താലോലിക്കുന്ന, മനസ്സിനകത്ത് ഒരു സിനിമ കണ്ടു, ആൾക്കാർ ആ സിനിമയുടെ ഇത് മറന്നു പോകാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഹല്ലേലൂയ കണ്ടുകൊണ്ടേയിരിക്കുന്നത് പോലെ, അതിലെ കഥാപാത്രങ്ങളും ഡയലോഗുകളും പറയുന്നത് പോലെ അല്ലെങ്കിൽ രാവിലെ വായിച്ച ദൈവത്തിൻ്റെ വചനം അന്ന് രാത്രി കിടക്കുന്നത് വരെയും രാത്രിയുടെ മയക്കത്തിലും എൻ്റെ അകത്ത് നിന്ന് ആ വചനങ്ങൾ അകത്തു നിന്ന് അല്ലെ പുറത്തേക്ക് വരുന്നുവെങ്കിൽ അതിനെയാണ് ധ്യാനിക്കുക, വചനം ധ്യാനിക്കുക. ഓ ഹല്ലേലൂയ. വായിക്കുന്നവനല്ല, വചനം വായിക്കുന്നവനല്ല, വചനം ധ്യാനിക്കുന്നവൻ, വചനം ധ്യാനിക്കുന്നവൻ, വചനം ധ്യാനിക്കുന്നവൻ. പിശാചിനെ ഓടിക്കാൻ വചനം വായിക്കുന്നവനെ കുറിച്ചല്ല. ഹല്ലേലൂയ. രോഗം മാറാൻ കട്ടിലിൻ്റെ അടിയിൽ, തലയണയുടെ അടിയിൽ ഹല്ലേലൂയ ബൈബിൾ വെച്ച് കിടക്കുന്നതല്ല. അല്ല നെഞ്ചിലോട്ട് വചനം ബൈബിളും എടുത്ത് വെച്ചിട്ട് ഉറങ്ങുന്നതിനെ അല്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ വചനം പറയുന്നത് അല്ലെങ്കിൽ നീ വല്ലാതെ ചുമ്മാ വായിച്ച് കഥാപുസ്തകം വായിക്കുന്നത് പോലെ വായിച്ചു വിടുന്നവനെ കുറിച്ചല്ല. ഈ വചനം നിൻ്റെ അകത്ത് അല്ലെങ്കിൽ ജീവനുള്ളതായി മാറുന്ന വചനമായി നിൻ്റെ അകത്ത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ഇതിനെ രാപ്പകൽ 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 മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, ധ്യാനിക്കുമ്പോൾ വചനം പറയുന്നു, നീ ഭാഗ്യവാൻ.